കേരളത്തിലെ പെന്തക്കോസ്ത് പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിന് ഇന്ത്യക്കാരിൽ ആദ്യമായി ദൈവകരങ്ങളിൽ ഉപയോഗിച്ചത് പാസ്റ്റർ കെ.ഇ. ഏബ്രഹാമിനെയാണ്. 1924 മുതൽ സഭാ രൂപീകരണത്തിന് അദ്ദേഹം സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നീട് ആ ചെറിയ തുടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനമായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന IPCക്ക് അടിസ്ഥാനമാകുകയായിരുന്നു. 1916 അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് പ്രവർത്തനം തുടങ്ങി. സ്വദേശ സുവിശേഷകരെ പരിശീലിപ്പിക്കുന്നതിനായി അസംബ്ലീസ് ഓഫ് ഗോഡ് ആദ്യത്തെ വിദേശ ബൈബിൾ സ്കൂൾ ബെഥേൽ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. പാസ്റ്റർ A.C. ശൗമൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിൽ നിന്നുമുള്ള സൂപ്രണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നും വന്ന റോബർട്ട് F. കുക്ക് ആരംഭിച്ച ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയിലെ ഒരു പ്രമുഖ പെന്തക്കോസ്ത് സഭയാണ്. പാസ്റ്റർ T.M. വർഗീസ് ഈ സഭയുടെ ആദ്യത്തെ ഇന്ത്യക്കാരിൽ നിന്നുമുള്ള ഓവർസിയറായിരുന്നു. പാസ്റ്റർ P.J. തോമസിൻ്റെ നേതൃത്വത്തിൽ 1953 ആരംഭിച്ച പ്രസ്ഥാനമാണ് ഷാരോൻ ഫെലോഷിപ്പ് ചർച്ച്. മുൻപ് സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടതും ഇപ്പോൾ ദി പെന്തക്കോസ്ത് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ സഭാവിഭാഗം ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. വേൾഡ് മിഷണറി ഇവാഞ്ചലിസം ചർച്ച് ഓഫ് ഗോഡ് റീജിയൻ, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, കലയപുരം ദൈവസഭ, പെന്തക്കോസ്ത് ദൈവസഭ, ഇൻഡിപെൻഡൻറ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ്റർനാഷണൽ, പൂർണ്ണ സുവിശേഷ പെന്തക്കോസ്ത് ദൈവസഭ, പെന്തക്കോസ്തൽ ചർച്ച് തുടങ്ങി 3000-ഓളം പെന്തക്കോസ്ത് സഭകൾ ശുശ്രൂഷയുടെ താൽപ്പര്യവും വേലയുടെ വ്യാപ്തിക്കുമായി കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിലെ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടവരിൽ പ്രമുഖരാണ് മലയാളികൾ. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങി പ്രധാന സ്റ്റേറ്റുകളിലെല്ലാം പെന്തക്കോസ്തിന് അടിത്തറ പാകിയത് മലയാളികളായ ശുശ്രൂഷകന്മാരാണ്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.